ഏവരും ഉറ്റുനോക്കിയിരുന്ന ഫെഡ് മീറ്റിംഗിന് ശേഷം സ്വർണ്ണ വിപണി ഇനി എങ്ങോട്ട്? വില കുതിക്കുമോ അതോ കൂപ്പുകുത്തുമോ? ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും രാത്രിയോടുകൂടി നേരിയ ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞേക്കാം. എന്നാൽ ഇന്നത്തെ ഡാറ്റ ഗോൾഡിന് അനുകൂലമാണെന്നും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുതിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഡാറ്റയിൽ നിന്നും മനസ്സിലാവുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില സെപ്റ്റംബർ മാസത്തോടുകൂടി വൻ മുന്നേറ്റം തന്നെ നേരിട്ടേക്കാം. സ്വർണ്ണവില ഇന്ന് ഒരു പവന് 80 രൂപ കുറഞ്ഞ് 53,640 വ്യാപാരം നടന്നത്. അതേസമയം 24K തങ്കം വിലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും ഇപ്പോൾ നേരിടുന്നില്ല. ഗ്രാമിന് 7,300, തൃശ്ശൂരിൽ 7,290 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. 9 വൺസ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് 300 മുതൽ 500 രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം. വെള്ളി വില ഇന്ന് ഗ്രാമിന് 1 രൂപ കൂടി 93-ലും 10 ഗ്രാമിന് 930-ലുമായിരുന്നു വ്യാപാരം നടന്നത്. ഏവരും ഉറ്റുനോക്കുന്നത് സ്വർണ്ണ വിപണി ഇനി എങ്ങോട്ട് എന്നാണ്. സെപ്റ്റംബർ മാസത്തോടുകൂടി പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് 2 ദിവസം മുന്നേ ജെറോം പവലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും. ഇനി അതല്ല, തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് വീണ്ടും മാറ്റിവെക്കുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവും നേരിട്ടേക്കാം. സെപ്റ്റംബർ മാസം വരെ സ്വർണ്ണ വിപണി നേരിയ ഏറ്റക്കുറച്ചിലിൽ ഇതേ നില തുടർന്നേക്കാം. കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.